നമസ്കാരം. 24-ന്റെ ജനകീയ വാർത്താ നേരത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രേക്ഷകരിലേക്ക് നേരിട്ടെത്തിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള ജനകീയ വാർത്താ നേരമാണ് പൊതുജനം കഴുതില്ല സാർന്ന ഈ പരിപാടി. അപ്പോൾ പതിവ് ഉറപ്പോടെ നമുക്ക് ആരംഭിക്കാം. ഈ ഇടപെടൽ അത് തുടരുമെന്ന ഉറപ്പാണ് നൽകാനുള്ളത് 24-ന്. ആരംഭിക്കാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ ആദ്യം പോകുന്നത് ഇന്ന് പത്തനംതിട്ട കല്ലറക്കടവിലേക്കാണ്. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും പത്തനംതിട്ട കല്ലറക്കടവിൽ അധികൃതർ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും ഒരുക്കാൻ തയ്യാറായിട്ടില്ല. ഒരു പതിറ്റാണ്ടിനിടെ 20ഓളം പേരാണ് അവിടെ മുങ്ങി മരിച്ചത്. കഴിഞ്ഞ മാസവും 2 വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടു. വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കല്ലറക്കടവിലൂടെ അച്ചൻകോവിലാർ ഇങ്ങനെ കുത്തിയൊഴുകിപ്പോകുന്നത് കാണാൻ നല്ല രസമാണ്. പക്ഷേ ഇവിടം ഒരു മരണക്കയമാണ്. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം അവസാനമാണ് കല്ലറക്കടവിൽ 2 വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞത്. ഓണപ്പരീക്ഷ കഴിഞ്ഞ് സഹപാഠികൾക്കൊപ്പം എത്തിയ മർത്തോമ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഏതു സമയവും നിറഞ്ഞൊഴുകുന്ന അച്ചൻകോവിലാറിൽ കുത്തൊഴുക്കുള്ള പ്രദേശമാണ് കല്ലറക്കടവ്. എന്നാൽ ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് അപകടം സംബന്ധിച്ച സൂചനാ ബോർഡോ മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ല. കഴിഞ്ഞ 20 വർഷത്തിനിടെ 20ഓളം പേരാണ് ഇവിടെ മുങ്ങി മരിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ഏകദേശം ഒരു 23ഓളം ആൾക്കാർ കാലങ്ങളിലായിട്ട് ഇവിടെ ഈ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിനെ ഒരു മുന്നറിയിപ്പ് ബോർഡ് ഇറങ്ങി വരുന്നിടത്ത് ഒരു മുന്നറിയിപ്പ് ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൾക്കാർക്ക് ഇത്ര അപകടമാണെന്ന് അറിയത്തുമില്ല. ഇവിടെ വീണ് കഴിഞ്ഞാണ് പലരും അറിയുന്നത്. വലിയ ചുഴികളുള്ള പ്രദേശമാണ്. 10 അടിയിൽ കൂടുതൽ ആഴമുള്ള ഇവിടെ വനത്തിൽ മഴ പെയ്താൽ കുത്തൊഴുക്ക് വർദ്ധിക്കും. ശബരിമലക്കാലത്ത് അന്യസംസ്ഥാനത്തു നിന്നുള്ള ഭക്തർ ഉൾപ്പെടെ കുളിക്കുന്നതിനും മറ്റുമെത്തുന്ന കല്ലറക്കടവിൽ ജാഗ്രതാ ബോർഡ് ഉൾപ്പെടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യം. ഇവിടെ ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ്. അതേസമയം കുട്ടികളൊക്കെ വന്ന് നമ്മൾ ഇറങ്ങലെന്നൊക്കെ പറഞ്ഞാൽ അവരോട് കേൾക്കാറൊന്നുമില്ല. അവർ പറഞ്ഞ് നിങ്ങൾക്ക് എന്താ ഞങ്ങളല്ലേ വരുന്നത്, ഒത്തിരി അപകടം നടന്നിട്ട്. മെയിനായിട്ട് ഇവിടെ ഒരു ബോർഡാണ് വേണ്ടത്. അതില്ലാത്തതിൻ്റെ എല്ലാ ഇതും ഇവിടെ കാണാനുണ്ട്. സൈൻ വാണിംഗ് ഉണ്ടായിരുന്നു നേരത്തെ, അത് എങ്ങനെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയി. എന്നാലും ആൾക്കാർ ഇത് നമ്മൾ പറയുന്നത് ചെവിക്കൊള്ളുകാറില്ല മിക്കാറും. ഞാൻ ഇവിടെ ഇതുപോലത്തെ ഉച്ച സമയത്ത് കുളിക്കാൻ വന്നപ്പം ആൾക്കാർ പറയുമ്പോൾ ഞങ്ങളുടെ ഈ സംസാരമൊന്നും പിള്ളേർ അങ്ങനെ ജോലി നോക്കാന്നുള്ള പറഞ്ഞ രീതിയിൽ ഒഴിവാക്കി. കല്ലറക്കടവിൽ ആകെയുള്ളത് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി സ്ഥാപിച്ച ഈ താൽക്കാലിക മുന്നറിയിപ്പ് ബോർഡ് മാത്രമാണ്. ഈയിടെ അപകടത്തിൽ 2 കുട്ടികൾ മുങ്ങി മരിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രതിഷേധ സൂചകമായി ഒരു ബോർഡ് കോൺഗ്രസുകാർ സ്ഥാപിച്ചത്. ഇതിനപ്പുറത്തേക്ക് ഇവിടെ എത്തുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ, അവരുടെ ജീവൻ സുരക്ഷിതമാക്കാൻ കൃത്യമായൊരു സംവിധാനം ഒരുക്കാൻ നഗരസഭയും മറ്റു ബന്ധപ്പെട്ട അധികൃതരും തയ്യാറാവണം. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. ഇത്തരം ടൂറിസം കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് തന്നെ. അവിടേക്കൊക്കെ നമ്മൾ സഞ്ചാരികളായി എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവിടുത്തുകാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മുഖവിലേക്ക് എടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആ ചേട്ടന്റെ പ്രതികരണം കൃത്യമായി പലപ്പോഴും പറയാറുണ്ട്. ഇവിടെ അപകടമുണ്ട്, ഇവിടെ ആഴമുണ്ട്, ഇവിടെ ഒഴുക്കിൽപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ കുട്ടികളോട് പറയുമ്പോൾ അവർ അത് ചെവി കൊടുക്കാറില്ല. അങ്കിളങ്ങളുടെ പണി നോക്കി പൊക്കുള്ളൂ എന്നൊക്കെ പറയും എന്ന് പറയുന്നു. അതൊരു വലിയ അപകടത്തിലേക്കുള്ള ഒരു വാതിലാണ്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എത്രയോ തവണ പറഞ്ഞാലും ഇതൊന്നും പക്ഷേ അവിടെ എത്തുന്ന വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ചും കുട്ടികൾ, അത് കേൾക്കാറില്ല എന്നതാണ് വസ്തുത. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കണ്ണിൽ പെടുന്ന രീതിയിൽ വലിയ അപകട ബോർഡുകൾ അവിടെ സ്ഥാപിക്കാത്തത് മറ്റൊരു പ്രധാനപ്പെട്ട വീഴ്ചയാണ്. ഇനിയെങ്കിലും അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള നടപടികൾ തുടങ്ങട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ വന്യമൃഗശല്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതിരൂക്ഷമായി തുടരുന്നുണ്ട്. അത്തരത്തിൽ കാട്ടാന ശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് പുൽപ്പള്ളി മൂഴിയോട് നിവാസികൾ. ഇവിടെ പതിവായി കാട്ടാൻ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നുണ്ട്. അതൊക്കെ പതിവ് കാഴ്ചയുമാണ്. വന്യമൃഗശല്യം തടയാൻ തൂക്ക് വൈദ്യുതി വേലി സ്ഥാപിക്കാൻ വേണ്ടി അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാധാരണ വൈദ്യുതി വേലി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അഴിച്ചുകൊണ്ടുപോയതാണ് ഇപ്പോഴത്തെ ഈ വലിയ രൂക്ഷമായ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. മനുഷ്യന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. മൂഴിയോട് മേഖലയിലെ ജനങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി സമാധാനത്തോടെ അന്തിയുറങ്ങിയിട്ട്. ഒരൊറ്റയാൻ ഇവിടെ ഇറങ്ങി ഇടയ്ക്കിടെ പ്രശ്നമുണ്ടാക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം.
ഇതുവരെ കൃഷിയിടത്ത് മാത്രമാണ് ആനയുടെ ആക്രമണം ഉണ്ടായിരുന്നത് എങ്കിൽ വീടിനു നേരെയും ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ ദിവസം പ്രദേശത്തെത്തിയ ഒറ്റയാൻ സമീപവാസിയായ വടക്കേൽ മാത്യുവിന്റെ പറമ്പിലുണ്ടായിരുന്ന തെങ്ങ് വീടിന് മുകളിലേക്ക് മറിച്ചിട്ടു. പ്രദേശവാസികളുടെ കൃഷിയും നിരന്തരമായി ഒറ്റയാൻ നശിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസമായി ഒറ്റയാന്റെ ശല്യം രൂക്ഷമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രി ആനയും കുരങ്ങും പന്നിയും ഈ 3 മൃഗങ്ങളെ കൊണ്ട് ഇവിടെ ഒരു രക്ഷയില്ല. ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. പകലാണെങ്കിൽ കുരങ്ങിൻ്റെ മേള ഒരു സാധനം നട്ടുപിടിക്കാറില്ല. ചേന, ഇഞ്ചി, കാച്ചിൽ ഒരു സാധനം നമ്മുടെ പറമ്പിൽ നട്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഈ തരത്തിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ മനുഷ്യൻ ഇവിടെ ജീവിക്കും? ഇത് തീറ്റകൾ മുഴുവൻ നാട്ടുകാരുണ്ടാക്കി കൊടുക്കണം, മൃഗങ്ങളെ അവർ വളർത്തും എന്നുള്ള രീതിയിലാണ്. ഈ തരത്തിലുള്ള ആയിക്കഴിഞ്ഞാൽ എങ്ങനെ മനുഷ്യൻ ഇവിടെ ജീവിക്കും? സാധാരണ മനുഷ്യനെ ഇവിടെ ജീവിക്കാൻ മേലാത്ത സ്ഥിതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന്റെ പദ്ധതി അനുസരിച്ച്. കായ്ഫലമുള്ള തെങ്ങുകളും കമുകും ഉൾപ്പെടെ വർഷങ്ങൾ പരിപാലിച്ചു പോരുന്ന കൃഷിയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് നശിപ്പിക്കപ്പെടുന്നത്. ഇവ നശിച്ചാൽ തുച്ഛമായ നഷ്ടപരിഹാരം മാത്രമാണ് വനം വകുപ്പ് നൽകുന്നത് എന്നും കർഷകർ പറയുന്നു. ഒരു തെങ്ങ് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലിറ്റർ വെളിച്ചെണ്ണയുടെ പൈസ പോലും അനുവദിക്കുന്നില്ല. അത് അനുവദിക്കണമെങ്കിലോ കൈവശ സർട്ടിഫിക്കറ്റ്, നികുതി ചീട്ട്, ആധാരം, പട്ടയം മുഴുവൻ ഉണ്ടാക്കി കൊടുക്കണം. ആകെ 750 രൂപയാണ് നമുക്ക് ഒരു തെങ്ങിന് കിട്ടുന്നത്. ഒരു തെങ്ങിൻ്റെക്ക് 500 രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം. ഈ അവസ്ഥയിലാണ് ഉള്ളത്. ഇതുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ദുസ്സഹമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. തൂക്കുവൈദ്യുത വേലി സ്ഥാപിക്കുന്നതിനായി വനം വകുപ്പ് നിലവിലുണ്ടായിരുന്ന ഫെൻസിംഗ് അഴിച്ചുമാറ്റിയതോടെയാണ് വന്യമൃഗശല്യം രൂക്ഷമായത് എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. തൊഴിലാളി ക്ഷാമവും സാമ്പത്തിക ബാധ്യതയും ശക്തമായ കാലാവസ്ഥാ വ്യതിയാനവും അതിജീവിച്ച് ഇറക്കുന്ന കൃഷിയാണ് നിമിഷ നേരം കൊണ്ട് നശിച്ചു പോകുന്നത്. ശക്തമായ നടപടി വിഷയത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ വനം വകുപ്പ് ഓഫീസിലേക്ക് സമരവുമായി വരുമെന്നുള്ളതാണ് കർഷകർ നൽകുന്ന മുന്നറിയിപ്പ്. ക്യാമറമാൻ മനു ദാമോദരനൊപ്പം സമീർ ബിൻ കരീം, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. കഴിഞ്ഞ ഏതാനും ദിവസമായി ഒറ്റയാന്റെ ശല്യം രൂക്ഷമാണെന്ന് ഇവിടുത്തുകാർ പറയുന്നുണ്ട്. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇവിടുത്തെ കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനിയുമുണ്ട് ചില പ്രതികരണങ്ങൾ, കാണാം. ഇപ്പോൾ ട്രെഞ്ചും ഫെൻസിങ്ങും ഒക്കെ കുറഞ്ഞിട്ട് 3-4 മാസമായി. അത് പിന്നെ സ്ഥിരം ആന പറമ്പിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. വാഴയും തെങ്ങും കവുങ്ങും എല്ലാം ഓടിച്ചു കളയാണ്. രാത്രി കിടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. മൂടിലോട്ടൊക്കെ എത്ര വയ്യ മക്കളെ പറിച്ചു കളഞ്ഞ. ഈ പ്രാവശ്യമല്ല കഴിഞ്ഞ പ്രാവശ്യവും അവരൊക്കെ വിളിച്ച് കാണിച്ചു. ഇപ്പം പേടിയ മക്കളെ പുറത്തിറങ്ങി ഞാൻ പുറത്തിറങ്ങണില്ല. ഞങ്ങൾക്ക് പേടിയാണ്. ഇവിടെ സന്ധ്യയായി പുറത്തിറങ്ങാൻ പറ്റിയില്ല. നേരം വെളുത്ത് 5 മണിയായി പുറത്തിറങ്ങാൻ പറ്റൂല. ഒരു ശല്യം കൊള്ളാണ്. ഞങ്ങൾക്ക് പേടിയാണ് ഇപ്പോൾ ജീവിക്കുക. ഞാൻ ആ കനത്ത ആനയുടെ ശല്യം കാരണം ഞങ്ങളുടെ പറമ്പിലുള്ള വാഴയും പ്ലാവും മാവും മൊത്തം വെട്ടി കളഞ്ഞേക്കുകയാണ്. അപ്പോൾ ഒരു വാഴയ്ക്ക് പോലും ഞങ്ങൾക്കിപ്പോൾ ഇല്ല. അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടിലാണ് നമ്മൾ ജീവിക്കുക. ഇവിടെ നെൽകൃഷി ചെയ്യാൻ പറ്റില്ല. ആനനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. അത് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പെൻഷിങ് നിർത്തിയിട്ടുണ്ട്. പെൻഷിങ് ഒന്നും ഇവിടെ ഇല്ല. ഉള്ള ബാറ്ററി ഉണ്ടായിരുന്നതെല്ലാം അപ്പം തന്നെ അവരഴിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ ഉടനെ തന്നെ കാവൽ വെക്കണമെന്നാണ് ഞങ്ങളുടെ ഇത്. ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് അടിവാരം അങ്ങാടിയിൽ പോത്തിൻകുട്ടി സ്ലാബിനടിയിൽപ്പെട്ടു. മുക്കത്ത് നിന്നുള്ള ഫയർഫോഴ്സ് സംഘമെത്തി രക്ഷപ്പെടുത്തി. ക്രെയിനിന്റെ സഹായത്തോടെയാണ് പോത്തിൻകുട്ടിയെ പുറത്തെടുത്തത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥില, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് സംഭവിച്ചത്? പ്രജിൻ, വൈകിട്ട് 4:30-5 മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. തോടും ഡ്രെയിനേജും തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു. ആ തോടിലൂടെ വന്ന ഈ 1.5 വയസ്സുള്ള പോത്താണ്. അത് ഈ ഡ്രെയിനേജിലൂടെ നടന്നു വരികയായിരുന്നു. ഇതിന് മാത്രം പോകാൻ തക്കവണ്ണമുള്ള നീളവും വീതിയുമാണ് ഈ ഡ്രെയിനേജിനുള്ളത്. അങ്ങനെ ആ ഡ്രെയിനേജിൽ കുടുങ്ങുകയായിരുന്നു. പിന്നീട് ഈ ഡ്രൈനേജിൻ്റെ ഈ സ്ലാബ് എല്ലാം തന്നെ മാറ്റിയിട്ടാണ് മുക്കം ഫയർഫോഴ്സ് ഇതിനെ പുറത്തെടുത്തത്. 1.5 മണിക്കൂറിലധികം നീണ്ട ഒരു പരിശ്രമത്തിലാണ് ഇതിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചെറിയ ക്രെയിനൊക്കെ ഉപയോഗിച്ചാണ് ഇതിനെ പുറത്തെടുത്തത്. ആ സമയത്ത് ചുറ്റും ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ അതിന് പരിക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പ്രജിൻ, ശരി, പരിക്കുകളില്ലാതെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പോത്തിൻകുട്ടി എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരികെ വാർത്തകളിലേക്ക്. കേരള സർവകലാശാലയിലെ തർക്കത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നു ഹൈക്കോടതി. ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ സംരക്ഷകരായി സർവകലാശാല പ്രവർത്തിക്കണം. രാഷ്ട്രീയമോ മറ്റ് പരിഗണനകളോ അതിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ പാടില്ല. വൈസ് ചാൻസലറെയും സിൻഡിക്കേറ്റിനെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. രജിസ്ട്രാറും VC-യും തമ്മിലുള്ള തർക്കം അനഭിമിതമെന്നും ഹൈക്കോടതി പറഞ്ഞു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഏത് പശ്ചാത്തലത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ഹൈക്കോടതി ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്? എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? പ്രജിൻ, ഇന്ന് രാവിലെയാണ് ഡോക്ടർ KS അനിൽകുമാർ, രജിസ്ട്രാറായ ഡോക്ടർ KS അനിൽകുമാറിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയത്. അതിന്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നു. ആ ഉത്തരവിലാണ് ഹൈക്കോടതി ചില ആശങ്കകളും അതോടൊപ്പം തന്നെ ചില വിമർശനങ്ങളും
ഉന്നയിക്കുന്നത്. ഹൈക്കോടതി ഈ കേരള സർവകലാശാല തർക്കവുമായി ബന്ധപ്പെട്ടാണ് ആശങ്കകൾ പങ്കുവെക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സമ്പ്രദായത്തിന്റെ സംരക്ഷകരാകേണ്ടതാണ് സർവകലാശാലകൾ. അവർ ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കണം. രാഷ്ട്രീയമോ മറ്റു പരിഗണനകളോ അല്ല, മറിച്ച് അക്കാദമിക് താല്പര്യങ്ങൾക്കാണ് ഈ സർവകലാശാലകൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. ഒപ്പം വി സിയും രജിസ്ട്രാറും തമ്മിലുള്ള ഈ തർക്കത്തിൽ വി സിക്കും സിൻഡിക്കേറ്റിനും അതിരൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് വരുന്നുണ്ട്. നിലവിൽ ഈ ഉത്തരവിൽ അതടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ഈ വൈസ് ചാൻസലർക്കും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കത്തിൽ അത് അനഭിഹിതമെന്ന് കോടതി പറയുന്നു. സസ്പെൻഷൻ തുടരേണ്ടതില്ല എന്ന് സിൻഡിക്കേറ്റിന് തീരുമാനിക്കാമായിരുന്നു. സാധാരണ ഇതൊരു തീരുമാനമെടുത്താൽ അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ ആ തീരുമാനം എടുക്കാമായിരുന്നു. പക്ഷേ അതിനൊരു അവസരം വി സി ഒരുക്കിയില്ല എന്നാണ് ഹൈക്കോടതി കുറ്റപ്പെടുത്തുന്നത്. അടിയന്തര ഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ വി സിക്ക് അധികാരമുണ്ട്. എന്നാൽ വി സിക്ക് സിൻഡിക്കേറ്റിനെ മറികടക്കാനാവില്ല എന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിക്കുന്നു. വൈസ് ചാൻസലറുടെ കർക്കശമായ സമീപനം സർവകലാശാലയുടെ സുഗമമായ പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ചു എന്ന് പറയുന്നത്, അതായത് മോഹൻ കുന്നുമേലിനടക്കമുള്ള വിമർശനമാണിത്. സസ്പെൻഷൻ അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കിയതിനുള്ള മോഹൻ കുന്നുമേൽ ഉന്നയിച്ച ന്യായീകരണം അത് നിലനിൽക്കുന്നതല്ല എന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. പക്ഷേ വി സിക്ക് ഇത്തരത്തിൽ സസ്പെൻഷൻ ഉന്നയിക്കാനുള്ള അധികാരമുണ്ടോ എന്ന അധികാരമില്ല എന്നായിരുന്നു നിലവിൽ കേസ് അനിൽകുമാർ നൽകിയ ഹർജിയിൽ പറഞ്ഞത്. പക്ഷേ അത് ഹൈക്കോടതി തള്ളി. എന്നാൽ ചില തീരുമാനങ്ങൾ, അത് വി സിയുടെ ചില തീരുമാനങ്ങൾ, അതിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രജിൻ. യെസ്, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. സർവകലാശാലകളുടെ പ്രവർത്തനത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് സിൻഡിക്കേറ്റും ഒപ്പം വി സിയും ചേർന്നാണ്. പക്ഷേ ഈ രീതിയിലുള്ള തർക്കം അത് അനഭിമിതമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ പൊതുജനം കഴുതിലെ സാർന്ന പരിപാടി പൂർത്തിയാവുകയാണ്. നാളെ വീണ്ടും കൂടുതൽ ജനകീയ വിഷയങ്ങളുമായി ഇതേ സമയം കാണാം. ഇപ്പോൾ 24 റൗണ്ടപ്പിന്റെ സമയം. പ്രവിത ലക്ഷ്മി ചേരും പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം.